നമുക്ക് കെ മുരളീധരൻ മുൻപിട്ട ഒരു FB പോസ്റ്റ് കാണാം. അദ്ദേഹത്തിന്റെ പ്രതികരണം നമ്മൾ അല്പം മുൻപ് കേട്ടതാണ്. സന്ദീപ് വാര്യർ മുൻപ് രാഹുൽ ഗാന്ധിയെ കുറിച്ചൊക്കെ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം ഓർത്തെടുക്കുന്നുണ്ടായിരുന്നു. വെറും 15 നാഴിക മാത്രം വ്യക്തിപരമായും അക്കാഡമിക് ഇൻട്രസ്റ്റിലും നന്നായി ശോഭിക്കാൻ കഴിയും. അതിനപ്പുറത്തേക്ക് സന്ദീപിന് പാർട്ടിക്ക് സന്ദീപിനെ നന്നായി പ്രയോജനപ്പെടുത്താൻ കഴിയും. നന്നായി എക്സ്പ്ലോർ ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമാണ്. അത് തീർച്ചയായിട്ടും അത്തരത്തിൽ ഒരു സ്ഥാനലബ്ധിയിലൂടെയൊക്കെ അദ്ദേഹത്തിന് ഉന്നതങ്ങളിലേക്ക് എത്താൻ കഴിയും എന്നുള്ള ഒരു തർക്കവും വേണ്ട. ഓക്കെ, എന്തായാലും സന്ദീപ് വാര്യരും അതുപോലെ തന്നെ ജ്യോതികുമാർ ചാമക്കാലയും ഇനി ഒരേ ഫ്രെയിമിലാണ്. കോൺഗ്രസിന്റെ ഒരേ ഫ്രെയിമിൽ സന്ദീപ് വാര്യരെയും ജ്യോതികുമാർ ചാമക്കാലയും നമുക്ക് കാണാം. പക്ഷേ ഇത് വിവിധ ചാനലുകളിലായിരിക്കുമെന്ന് മാത്രം. അർഷക്കിനൊപ്പം ശ്രീകുമാരൻ, 24 പാലക്കാട്. ശ്രീകുമാറിനോടാണ് ഇപ്പോൾ ജ്യോതികുമാർ ചാമക്കാല സംസാരിച്ചത്. വിജയകുമാർ, നമ്മളിപ്പോൾ ഈ സന്ദീപ് വാര്യരെ അങ്ങനെ കോൺഗ്രസ് ഒരു ഏക മനസ്സോടുകൂടി സന്ദീപ് വാര്യരെ സ്വീകരിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റുമോ എന്ന് സംശയമാണല്ലോ. കാരണം കെ മുരളീധരൻ 20 മിനിറ്റ് മുൻപ് ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഞാൻ എന്ന ഭാവങ്ങളെ എന്ന് പ്രേം നസീറിൻ്റെ അഭിനയിച്ച പഴയ ഗാനരംഗമാണ് കെ മുരളീധരൻ ഇട്ടിരിക്കുന്നത്. മാത്രമല്ല, കെ മുരളീധരൻ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴും മുൻപ് രാഹുൽ ഗാന്ധിയെ കുതിരവട്ടത്ത് കൊണ്ടുപോയി ചികിത്സിപ്പിക്കണമെന്ന് സന്ദീപ് വാര്യർ പറഞ്ഞതും പിന്നെ പല സന്ദർഭങ്ങളിലായി നടത്തിയിട്ടുള്ള രാഹുൽ ഗാന്ധിയെക്കുറിച്ച് നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ, കോൺഗ്രസിനെതിരെ നടത്തിയ പരാമർശങ്ങൾ, ഇതൊക്കെ ഗാന്ധി വധത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ, ഇതൊക്കെ കെ മുരളീധരൻ ഓർത്തെടുക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പ്രതികരണം അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞത് എന്നും സ്നേഹത്തിൻ്റെ കടയിൽ അംഗത്വം കാത്തു സൂക്ഷിക്കണം, അല്ലാതെ ഈ അസംബ്ലി തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വീണ്ടും വെറുപ്പിൻ്റെ കടയിൽ പോയി അംഗത്വം എടുക്കരുത് എന്ന് പറഞ്ഞാൽ കെ മുരളീധരനെ പോലെ ചിന്തിക്കുന്ന ഒരു വിഭാഗത്തിന് സന്ദീപ് വാര്യരെ ഇങ്ങനെ ആനയിച്ച് കോൺഗ്രസ് നേതൃത്വം കൊണ്ടുവരുന്നതിൽ വിയോജിപ്പുണ്ട് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഗോപി, നേരത്തെ കെ മുരളീധരനോട് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന ഒരു ഘട്ടത്തിൽ ഇത്തരമൊരു ചോദ്യം ഉന്നയിച്ചപ്പോൾ അന്ന് കെ മുരളീധരൻ പറഞ്ഞത് ഇവിടെ ആവശ്യം പോലെ പ്രശ്നങ്ങൾ ഉണ്ടല്ലോ, പിന്നെ ഒരു വാര്യരെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവരണമോ എന്നായിരുന്നു അന്ന് ഒരു സൗണ്ട് ബൈറ്റ് തന്നെ കെ മുരളീധരൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അപ്പോൾ അക്കാര്യത്തിൽ എന്താണ് അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സിലിരിപ്പ് എന്നത് വ്യക്തമാണ്. ഇന്നിപ്പോൾ ഈ കെ മുരളീധരൻ സന്ദീപ് വാര്യരുടെ പഴയ പ്രസ്താവനകളൊക്കെ ഓർമ്മിപ്പിച്ച് അത് വീണ്ടും ആവർത്തിച്ച് അത്തരമൊരു പ്രതികരണം നടത്തുമ്പോൾ യഥാർത്ഥത്തിൽ അതൊരു കുത്തുവാക്ക് തന്നെയാണ്, ഒരു ഒളിയമ്പ് തന്നെയാണ്. അതല്ലാതെ തുറന്ന മനസ്സോടെ മറ്റു നേതാക്കൾ സ്വാഗതം ചെയ്തതുപോലെ സന്ദീപ് വാര്യരെ കെ മുരളീധരൻ സ്വാഗതം ചെയ്യുന്നതല്ല എന്നത് വളരെ വ്യക്തമാണ്. ഇപ്പോൾ തൊട്ടു പിന്നാലെ 19 മിനിറ്റ് മുമ്പ് അദ്ദേഹം ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിലെ ഞാൻ മാത്രമെന്ന ഭാവങ്ങളെ എന്നുള്ള പാട്ടിൻ്റെ വരികൾ കൂടി മനസ്സിലാകുമ്പോൾ അത് കാര്യങ്ങൾ ഏറെ വ്യക്തമാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കോൺഗ്രസിൽ ഏകാഭിപ്രായം ഇക്കാര്യത്തിൽ ഉണ്ട് എന്നൊന്നും നമ്മൾക്ക് കരുതാൻ കഴിയില്ല. സന്ദീപ് വാര്യരുടെ നേരത്തെ ഉണ്ടായിരുന്ന പ്രതികരണങ്ങൾ, ഈ പ്രത്യയശാസ്ത്ര വിഷയങ്ങളിൽ സംഘപരിവാറിനോടുള്ള വിധേയത്വം എത്രയോ തവണ ഊട്ടിയുറപ്പിച്ചിട്ടുള്ളതാണ് സന്ദീപ് വാര്യർ. അത്തരം വിഷയങ്ങളിലെ പരസ്യ പ്രതികരണങ്ങളൊക്കെ എന്തായിരുന്നു എന്നതെല്ലാം അറിയാം. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് ഒരു ദിവസം കളഞ്ഞിട്ട് വന്നു എന്ന് പറയുമ്പോൾ കോൺഗ്രസിൻ്റെ മറ്റു നേതാക്കൾ അണികളൊക്കെ അത് പൂർണ്ണമായും ഉൾക്കൊള്ളുമോ എന്നൊന്നും അറിയില്ല. ഇപ്പോൾ CPM-ന്റെ പല പ്രതികരണങ്ങളും സൈബർ ഇടങ്ങളിൽ വരുന്നത് ഇനിയിപ്പോൾ സന്ദീപേട്ട എന്ന് വിളിക്കേണ്ടല്ലോ, സന്ദീപ് വാര്യരെ എന്ന് വിളിച്ചാൽ മതിയല്ലോ എന്നൊരു ആശ്വാസമുണ്ടെന്ന് പല CPM-ന്റെ സൈബർ ഗ്രൂപ്പുകളിലും ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ നോക്കിയാൽ കാണാം.